കലോത്സവത്തിന്റെ മൂന്നാം ദിവസം ആഘോഷമാക്കി തലസ്ഥാനം. മദ്ദളം കേളിയിൽ കൊട്ടിക്കയറി ആദിനാഥ്. കോട്ടയം ഗിരിദീപം സ്കൂളിലെ ആദിനാഥ് കഴിഞ്ഞ തവണയും മദ്ദളം കേളി മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. കുഞ്ചുമുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഈ സ്കൂൾ കലോത്സവ വേദികളിൽ ഒട്ടേറെ വേറിട്ട കാഴ്ചകളും വ്യത്യസ്തമായ കാഴ്ചകളും കാണാൻ കഴിയും. അതിലൊന്നാണ് ഈ ഒരു മത്സര വിഭാഗമായ മദ്ദളം കേളി. എന്നോടൊപ്പം ഉള്ളത് ഇപ്പോൾ അതിൽ മത്സരിച്ച ഒരു മത്സരാർത്ഥിയാണ്. എന്താണ് പേരെന്താണ്? ആദിനാഥ്. ഏതാണ് സ്കൂൾ? ഏതാണ്? കോട്ടയം ഗിരിദീപം. കോട്ടയത്താണ്. അപ്പോൾ എത്ര നാളായി ഇത് പരിശീലിക്കുന്നു ഈ ഐറ്റം? ഞാൻ കഴിഞ്ഞ വർഷം തൊട്ട് 2 വർഷം +1 തൊട്ട്. +1 കഴിഞ്ഞ വർഷം മത്സരത്തിന് വന്നിട്ടുണ്ടായിരുന്നു സംസ്ഥാനത്തിൽ? ഉണ്ടായിരുന്നു. ഏതാണ് ഗ്രേഡ്? ഏതായിരുന്നു? ബി ഗ്രേഡ്. ബി ഗ്രേഡ് ആയിരുന്നു. അപ്പോൾ ഇത്തവണ എ ഗ്രേഡ് കരസ്ഥമാക്കാൻ വേണ്ടി കൂടുതൽ പരിശീലനത്തോടുകൂടിയാണ് വന്നിരിക്കുന്നത്. അതെ. എന്താണ് ഇതിൻ്റെ ഒരു രീതികൾ? എങ്ങനെയാണ്? ഏതൊക്കെയാണ് ഈ ഇലത്താളമുണ്ട്, അതുപോലെ ചെണ്ടയുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു നടപടി? എങ്ങനെയാണ്? മെയിൻ വാദ്യം മദ്ദളം തന്നെയാണ്. അതിൻ്റെ കൂടെ അനുസാരി വാദ്യമായിട്ട് ഇലത്താളവും വലന്തലയും. വലന്തലയും എന്ന് പറയുന്നത് ചെണ്ടയാണ്. അപ്പോൾ ഒരു പരിശീലകൻ എന്നുള്ള നിലയിൽ എങ്ങനെയുണ്ടായിരുന്നു? കുട്ടികൾ എങ്ങനെ ഉണ്ടായിരുന്നു? കുട്ടികൾ നന്നായിട്ട് ചെയ്തു. അവർക്ക് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടേ എ ഗ്രേഡ് കിട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാനിവിടെ ഇവരെ പോലെ തന്നെ മത്സരാർത്ഥിയായിട്ട് വന്നതാണ്. 5 വർഷത്തോളം ഞാൻ സ്റ്റേറ്റ് കലോത്സവം പോയിട്ടുണ്ട്. പഞ്ചവാദ്യവും മദ്ദളവും വയലിനും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ അനിയനാണ് ഇവിടെ താളം. അവർക്ക് ഇന്നലെ മിനിഞ്ഞാന്ന് പഞ്ചവാദ്യം ഉണ്ടായിരുന്നു. പഞ്ചവാദ്യത്തിന് ഇവർക്ക് ഇതേ ടീമിന് തന്നെയാണ് എ ഗ്രേഡ് ഉണ്ട്. ഇന്നിപ്പോൾ മദ്ദളവും കേളി എ ഗ്രേഡ് കിട്ടി. വളരെ സന്തോഷം. അപ്പോൾ തകർക്കുകയാണ്. അതെ. എങ്ങനെയുണ്ട് കുട്ടികൾ? എങ്ങനെ ഉണ്ടായിരുന്നു? വേദിയിൽ എങ്ങനെ ഉണ്ടായിരുന്നു? കുട്ടികൾ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഞാൻ ആദിനാഥിൻ്റെ ഫാദറാണ്. ഇവർ 3 വർഷമായിട്ട് പഞ്ചവാദ്യത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കുന്നുണ്ട്. പിന്നെ ഇവർക്കൊരു ജൂനിയർ ടീമും ഉണ്ട്. അത് ഹൈസ്കൂളിൻ്റെ അതിനും 2 വർഷമായിട്ട് എ ഗ്രേഡ് ഉണ്ട്. നല്ല രീതിയിൽ പോകുന്നു. അപ്പോൾ ട്രിപ്പിൾ ഹാപ്പിയോടുകൂടിയാണ് ഇവർ നാട്ടിലേക്ക് മടങ്ങുന്നത്. ഈ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത ഐറ്റങ്ങൾക്കെല്ലാം എ ഗ്രേഡ് കരസ്ഥമാക്കാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ആ ഒരു സന്തോഷം കൂടിയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. ക്യാമറ പേഴ്സൺ അനുവിനൊപ്പം കുഞ്ചുമുരളി, കേരള കൗമുദി. കലയോളം തലസ്ഥാനം. നിങ്ങൾക്ക്